അവയവ കച്ചവടത്തിനായുള്ള മനുഷ്യക്കടത്ത് കേസിൽ പ്രതി സാബിത്തിന്റെ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം. പ്രതിയെ നിരന്തരം ഫോണിൽ വിളിച്ചവരുടെ പശ്ചാത്തലമാണ് പരിശോധിക്കുന്നത്. അവയവ കച്ചവടത്തിലെ മറ്റ് ഏജന്റുമാരാണോ ഇവരെ അന്വേഷിക്കുന്നത്? 5 പേരാണ് സാബിത്തുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നത്. നിലവിൽ 5 പേരുടെയും ഫോൺ ഓഫാക്കിയ നിലയിലാണ്. അവയവ കച്ചവടത്തിലെ മുഖ്യ പങ്കാളികളിൽ ഒരാളായി കരുതുന്ന കൊച്ചി സ്വദേശി മധു ഇറാനിലാണുള്ളത്. ഇറാനിലേക്കുള്ള മനുഷ്യക്കടത്തിൽ സഹായങ്ങൾ ചെയ്തവർ ഇവരാണോ എന്നാണ് സംശയം. കേസിൽ അറസ്റ്റിലായ സാബിത് നാസർ മുഖ്യ സൂത്രധാരൻ തന്നെയാണെന്ന് വ്യക്തമായിരുന്നു. ഇയാളുടെ കണ്ണികൾ ബംഗളൂരു, ഹൈദരാബാദ് എന്നിവിടങ്ങളിലുണ്ട്. സാബിത്തുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നവർ മലയാളികളാണെന്നാണ് സൂചന. ഇവരാണോ അവയവ കച്ചവടത്തിൽ കേരളത്തിൽ സാബിത്തിന്റെ കൂട്ടാളികളെന്നും കണ്ടെത്തേണ്ടതുണ്ട്. 5 പേരും ഫോൺ ഓഫാക്കിയത് സംശയങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. ഇറാനിൽ തങ്ങിയാണ് സാബിത്ത് മനുഷ്യക്കടത്തിനെ നിയന്ത്രിച്ചിരുന്നത്. എമിഗ്രേഷൻ വിഭാഗത്തിന്റെ സഹായത്തോടെ സാബിത്തിന്റെ യാത്രാ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട്. 4 പാസ്പോർട്ടുകളായിരുന്നു സാബിത്തിന് ഉണ്ടായിരുന്നത്. പാലക്കാട് സ്വദേശി ഷമീറിനെ മാത്രമാണ് അവയവ കച്ചവടത്തിനായി ഇറാനിൽ എത്തിച്ചതെന്ന പ്രതിയുടെ മൊഴി പൂർണ്ണമായും അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇരകളെ കണ്ടെത്തി മൊഴികൾ രേഖപ്പെടുത്താനും പോലീസ് ശ്രമിക്കുന്നുണ്ട്. ജനം, കൊച്ചി.